ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് തരിയായിട്ടുള്ള പുട്ടുപൊടി ഇത് സ്റ്റീംഡ് പുട്ടുപൊടി പാത്രത്തിലിട്ടിട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് 175 ഗ്രാം ഉണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണൊക്കെ. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഏകദേശം 1 കപ്പിനോട് അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നനച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം, ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ. അപ്പോൾ ഓരോ പുട്ടുപൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നനച്ച് കൊടുത്താൽ മതി. ചിലത് കുറച്ച് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്ന രീതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നനച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. വെള്ളം ഞാൻ ഏകദേശം 1 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലൊന്ന് ആക്കിയെടുക്കണം. നമുക്ക് നടച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കൂടണ്ട, 2 ടീസ്പൂൺ മതി. ഇതിലോട്ട് മീഡിയം സൈസിൽ ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കുറച്ച് ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ടിട്ടുണ്ട്. ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കുറച്ചൊഴിക്കാൻ പറഞ്ഞത്. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ എടുക്കാമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാലും കരിയാതെ കിട്ടും. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് പുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്, കുറച്ചൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ ചതച്ചമുളക് ഇട്ട് കൊടുക്കാം. ആ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് നിറച്ചും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റാം ലോ ഫ്ലെയിമിൽ. അപ്പം ഞാനിതിലോട്ട് 1 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. ഇപ്പോൾ ചേർത്തേക്കുന്നതിൻ്റെ ബാക്കി നമുക്ക് പുട്ടുണ്ടാക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ഏകദേശം ആകുന്നുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം വേണ്ട, 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി. അതുപോലെ ശകല ഉപ്പ്, 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിൻ്റെ പകുതി മതി. നമ്മൾ പുട്ടുപൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കണം. ആറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ആറട്ടെ. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇത് നനച്ച് വെച്ചേക്കുന്ന പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ പുട്ടുകുറ്റിയിൽ ആദ്യമേ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്, വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 12-13 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കണം, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിലൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇട്ട പൊടി ഇതുപോലെ 2 കുറ്റി പുട്ടിനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.